ഇന്ന് തന്നെ ഇപ്പൊ ആലോചിച്ച് നോക്കുക, എങ്ങനെയാണ് കാപ്പ കേസിനകത്ത് ഡീറ്റെയിൻ ചെയ്തത്? ഒരാളെ ജയിലിൽ അടച്ചിരിക്കുന്ന ആരാണ്? ഹൈക്കോടതിയാണ് അല്ലേ? അതിനകത്ത് ഈ പറഞ്ഞ കാപ്പ പിന്നെ അപ്പലറ്റ് അതോറിറ്റിയാണല്ലോ ഡീറ്റെയിൻ ചെയ്ത് വിട്ടിരിക്കുന്നത്. 6 മാസത്തേക്ക് ഡീറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരാൾക്ക് നിങ്ങൾ എങ്ങനെയാണ് ഇത് പാസ്സാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്? എന്ത് റൈറ്റാണ്? അല്ലെങ്കിൽ ഏത് വകുപ്പ്? അല്ല, ഇതില് അത് നിങ്ങൾ 1, 2, 3 ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നല്ലോ. 1, 2, 3ാമത്തെ കൌൺസിലാണ് ഇത്. ഏറ്റവും അവസാനം കൂടുന്ന കൌൺസിലിനകത്ത് രാഷ്ട്രീയമായിട്ട് എന്താണ് അവരുടെ കൌൺസിലറുടെ ജനാധിപത്യ വിരുദ്ധമായിട്ട് അവര് ഈ പറയുന്ന പോലെ തന്നെ കാര്യങ്ങൾ പാസ്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അതല്ലേ ഇന്നിപ്പോ പ്രഹസനമല്ലേ നടന്നത്? അതല്ലാതെ എന്തെങ്കിലും ഒരു മാനദണ്ഡം ഈ കാര്യത്തിനകത്തുണ്ടോ? കാപ്പ കേസിനകത്ത് ഒരു കോടതി തന്നെ, ഹൈക്കോടതി പറഞ്ഞിട്ടില്ലേ? ഇപ്പൊ കഴിഞ്ഞ ജഡ്ജ്മെന്റ് ഇവിടെ നിന്ന് പോയി നമ്മുടെ സത്യപ്രതിജ്ഞ നടത്താൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോ അന്ന് കോടതി ഒബ്സർവ് ചെയ്ത് എന്താണ്? കോടതി ഒബ്സർവ് ചെയ്ത് ഒരു കാരണവശാലും കാപ്പ കേസിനകത്ത് കിടക്കുന്ന ഒരു പ്രതിക്ക് ഒരു ആനുകൂല്യവും കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് കോടതി ഒബ്സർവേഷൻ. അങ്ങനെ ഒരു കൊടുക്കാൻ പാടില്ല എന്ന് ഹൈക്കോടതി പറയും. പകരം ഇവിടെ ഇരിക്കുന്ന ഒരു കോർപ്പറേഷൻ ഇത് ഞങ്ങൾ ചെയ്യുമെന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനം? ഇതുപോലെയാണല്ലോ സത്യപ്രതിജ്ഞ നടന്നത്. ഞങ്ങൾ കോടതിയിൽ പോയി തിരിച്ച് സത്യപ്രതിജ്ഞ നടത്താൻ വേണ്ടിയിട്ട് പറഞ്ഞില്ലേ? ഇന്നിപ്പോ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. 2ാമത്തെ കേസ് ഈ മേയറുടെയും ഈ ഡെപ്യൂട്ടി മേയറുടെയും തെരഞ്ഞെടുപ്പ് അസാധുവാക്കണമെന്ന് പറഞ്ഞിട്ട് ഇന്ന് കോടതിയിൽ കയറിയിട്ടുണ്ട്. അതുപോലെ ഇനി 50 അല്ല 100 പേര് പാസ്സാക്കിയാലും നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം പാസ്സാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതിനകത്ത് കൃത്യമായി പറയുന്നുണ്ട് എന്താണ് അവധി എന്നുള്ളത് പറയുന്നുണ്ട്. ആ അവധിക്കകത്ത് കൃത്യമായിട്ട് പറയുന്നത് എന്താണ്? അവധിക്കകത്ത് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് കൃത്യമായി വായിച്ചു തരാം. അതായത് കരിന്തൽ തടങ്കിൽ അകപ്പെട്ട ഒരു വ്യക്തിക്ക് കൌൺസിൽ യോഗത്തിൽ തുടർച്ചയായി പങ്കെടുക്കാൻ സാധിക്കാതെ വരുമ്പോൾ വന്നേക്കാവുന്ന അയോഗ്യത മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ പ്രഹസനമെന്ന് പറയുന്നത്. മനസ്സിലായോ? ജയിലിൽ അടയ്ക്കപ്പെട്ട ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ലീവ് കൊടുത്ത് മേലധികാരി അദ്ദേഹത്തെ സർവീസ് നടപടിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത് പോലെയാണ് മേയർ എന്നിപ്പോ ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? അത്തരം തടങ്കൽപ്പെട്ട് അത് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിൽ ഗുണ്ടാവിരുദ്ധ നിയമപ്രകാരം തടങ്കലിൽ അകപ്പെട്ട ഒരു അംഗത്തിന് കൌൺസിൽ യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് ലീവ് അനുവദിക്കുന്നതിലൂടെ ആ കരിന്തൽ തടങ്കൽ നിയമപരമായി ശരി തെറ്റുകളിലേക്ക് കൂടി അനാവശ്യമായി ഈ കൌൺസിൽ കടക്കുകയല്ലേ ചെയ്യുന്നത്? ഇത് അല്ലെങ്കിൽ അല്ലെന്ന് പറ. അല്ല, ഈ വിഷയത്തില് എനിക്ക് തോന്നുന്നത് ഇപ്പം ശ്രീ കൌൺസിലർ ശബരിനാഥൻ 2 ആക്ഷൻ തന്നിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് ഇത് വേറെ ഞങ്ങൾ പറയാം. മുനിസിപ്പൽ ആക്ട് അനുസരിച്ച് 91K അനുസരിച്ച് ഈ 3 പ്രാവശ്യം കൌൺസിൽ യോഗത്തിൽ വന്നിട്ടില്ല. വരാത്തതിന്റെ കാര്യം എല്ലാവർക്കും അറിയാം. കാപ്പ കേസിനകത്ത് ജയിലിൽ കിടക്കുന്ന ഒരാളാണ്. ജയിലിൽ കിടക്കുന്ന ഒരാൾക്കും ഒരു പ്രിവിലേജ് ഇവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഈ കാര്യങ്ങൾ 3 പ്രാവശ്യം കൺസിക്യൂട്ടീവ് 90 ഡേയ്സ് വന്നിട്ടില്ലെന്നും ഇയാൾ ഈ 91 സെക്ഷൻ അനുസരിച്ചുള്ള ഇതിന് ആപ്ലിക്കബിൾ ആണെന്നുള്ളത് സാർ എഴുതി റിപ്പോർട്ട് എഴുതി വയ്ക്കണം. ഞാനത് എന്തായാലും ഒരു ലീഗൽ ഒപ്പീനിയൻ കൊടുത്തതിന് ശേഷം നിയമപരമായ കപ്പ ബിസിനസ് ചെയ്തതിന് പിടിച്ചോണ്ട് പോയ ആളല്ല. സത്യം പറഞ്ഞാൽ ഇന്ന് ഈ കൌൺസിൽ പോലും ഒരു പ്രഹസനം സിനിമയിൽ ചോദിക്കുന്ന കണക്ക് എന്ത് പ്രഹസനമായ സജി എന്ന് ചോദിക്കുന്ന പോലെ എന്ത് പ്രഹസനമായ രാജേഷ് എന്ന് ചോദിക്കുന്നത്. രാജേഷിന് സാധാരണ ഒരു കൌൺസിൽ യോഗത്തിൽ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്? അനുശോചനം രേഖപ്പെടുത്തും. 2ാമത് അവധിക്കുള്ള അപേക്ഷ വയ്ക്കും. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് ഒരു പ്രഹസനം പ്ലാൻ ഫണ്ട് പോലും ഇല്ല. കഴിഞ്ഞ ദിവസം സമരം 37 കോടി രൂപയാണ് നിങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഈ വർഷത്തെ ഫണ്ട് വിഹിതം. ആ ഫണ്ട് പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ 300 കോടിയുടെ എന്ത് ബഡ്ജറ്റിന്റെ കാര്യം ഇയാൾ പറയുന്നത്? ഇത് എവിടെ ഡിസ്കസ് ചെയ്തിട്ടാണ്? ഇത് എന്ത് കാര്യത്തിലാണ് ഇയാൾ സൂചിപ്പിക്കുന്നത്? ഇത് അവിടെ ഒരു ഹെറിറ്റേജ് ബിൽഡിംഗ് ആണ്. ഇവിടെ കുറെ നാൾ പ്രഹസനം കാണിച്ചോണ്ടിരിക്കത്തേ ഉള്ളൂ. ആൾക്കാരെ പറ്റിക്കാൻ നാട്ടിൽ ജനങ്ങളുടെ വിഷയം സംസാരിക്കേണ്ട. വേസ്റ്റ് മാനേജ് ചെയ്യാത്തതുകൊണ്ട് റോമാനഗരം കത്തമ്മ നീരോജ വായിച്ച പോലാണ് നഗരത്തിനകത്ത് വലിയ തോതിലുള്ള സ്യൂവേജ് സിസ്റ്റം പ്രശ്നമാണ്. ഈ കഴിഞ്ഞ വർഷവും ഈ വർഷവുമായിട്ട് മരാമത്ത് പണികൾ ഒരു റോഡ് പണി പോലും ഇപ്പൊ നടന്നിട്ടില്ല. നടക്കാത്ത ഇവിടെ പണമില്ലാത്തതുകൊണ്ടല്ലേ? അങ്ങനെ പണമില്ലാതെ നടക്കുമ്പോൾ 300 കോടി രൂപയുടെ ആഡംബര കെട്ടിടം പൊളിച്ച് ഇത് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ തറവാട് സ്വത്താണ്. ഇത് നികുതി കൊടുക്കുന്നത് ജനങ്ങളാണ്, അല്ല ഇവരുടെ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് വന്നല്ലേ. കോർപ്പറേഷൻ സെക്രട്ടറി പറയട്ടെ, ഈ വർഷത്തെ നിങ്ങളുടെ ഫണ്ട് വിഹിതം എത്ര രൂപ ഉണ്ടെന്ന്? ഇപ്പൊ നിങ്ങൾക്ക് വിഹിതം ഇവിടെ ഉപയോഗിക്കാൻ എത്ര വിധമുണ്ട് പറയണം? പ്ലാൻ ഫണ്ടിൽ എത്ര? 37 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷത്തെ സ്പിൽ ഓവർ വർക്കിന് 36 കോടി നിങ്ങൾ മാറ്റിയാൽ 1 കോടി രൂപ വെച്ച് നിങ്ങൾ ഇവിടെ ഈ വർഷം 101 വാർഡിൽ എന്ത് ചെയ്യും?
നിങ്ങൾക്ക് പ്ലാൻ ഫണ്ട് വീതം പോലും ഇല്ലാത്തപ്പോൾ നിങ്ങൾ ഈ പ്രവർത്തനത്തിന് ഇന്ന് കൂട്ടുനിന്ന് എന്തിനാ? അല്ലല്ല, കോർപ്പറേഷൻ സെക്രട്ടറിക്ക് ഈ നടപടിക്രമങ്ങൾ കൌൺസിൽ നടപടിക്രമങ്ങൾ പാലിക്കേണ്ട ഉത്തരവാദിത്തമില്ലേ? നിങ്ങൾ ഈ പ്രവർത്തനത്തിന് പറയാം ആദ്യം അവധി വെക്കണം, അവിടെ സംസാരിക്കണം. അതുപോലെ ഇദ്ദേഹം കൊണ്ടുവന്ന ഈ പ്രോജക്ടിന് അയാള് BJP-കാരനെ കൊണ്ട് സപ്പോർട്ട് ചെയ്ത് സംസാരിപ്പിച്ചിട്ട് ഇനി ഈ കൌൺസിൽ കാലാവധിയിൽ അയാൾ പൂർത്തിയാക്കുന്ന സാഹചര്യമുണ്ട്, പൂർത്തിയാക്കട്ടെ, ഞങ്ങളാരും പറയുന്നില്ല. പക്ഷേ ഇതുപോലാണോ കാര്യങ്ങൾ ചെയ്യേണ്ടത്? താങ്കൾക്ക് കൌൺസിൽ നടപടിക്രമം പാലിക്കാൻ പോലുമുള്ള ബാധ്യതയിൽ നിന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. മുനിസിപ്പൽ ആക്ട്